എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വിശിഷ്ടരായ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുള്ളൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷമുണ്ട്. വിജയൻ സാറിനെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. ചെറുപ്പം മുതലേ, അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല, ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരുപാട് പ്രണയ ഗാനങ്ങൾ അദ്ദേഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൽ നിന്നും മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാൻ വിജയൻ ചേട്ടനോട് പറഞ്ഞുള്ളൂ, ഉണ്ണിമേനോൻ ചേട്ടൻ പാടിയ പാട്ട് ഭയങ്കര രസമുണ്ട്. എങ്ങനെയാണ് സാർ ഈ വരികൾ എഴുതുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും പ്രണയം ഒരുപാട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ മനോഹരമായിട്ട് വരികൾ എഴുതാൻ സാധിക്കൂ എന്ന് തോന്നുന്നു. അപ്പം എല്ലാവരുടെയും മനസ്സിലും പ്രണയമുണ്ട്. അപ്പം ഇന്നത്തെ പ്രണയദിനത്തിൽ ഇത്രയും മനോഹരമായിട്ട് കുറേ പാട്ടുകൾ കാണാനും കേൾക്കാനും അതൊരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അങ്ങനെ വളരെ ലളിതമായ രീതിയിൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ നമ്മൾക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇന്നത്തെ നമ്മൾ ആദ്യം കണ്ട സോങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വിഷ്വൽസ് അത്രയും ഒറ്റ ദിവസം കൊണ്ട് ചിത്രീകരിച്ചതായിരുന്നു. അതുപോലെ തന്നെ സാർ ഒരു കഥ പറയുണ്ടായി എങ്ങനെയാണ് വീണ്ടും എന്ന ഒരു ആൽബത്തിലേക്ക് എത്തിയതെന്ന്. അതായത് ഒരു പല്ലവി എഴുതി രഞ്ജിൻ അയച്ചു കൊടുക്കുന്നു, രഞ്ജിൻ അത് വളരെ മനോഹരമാക്കി പാടി തിരിച്ചയക്കുന്നു. അങ്ങനെ വീണ്ടും എന്ന ആൽബം പിറവിയെടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു തുടക്കമുണ്ടായിട്ടുള്ളത്. നമ്മൾ അതാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾക്ക് ഒരുപാട് ഗസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഷെയർ ചെയ്യാനുള്ളതുണ്ട്. ആൻഡ് പൗളി ചേച്ചിയെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചിക്ക് എന്താണ് ഇന്നത്തെ ആൽബമൊക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമ്മൾക്ക് ഒരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ പൗളി ചേച്ചീനെ നമ്മൾക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് വിജയൻ ചേട്ടന് നമസ്കാരം. ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ ചെയ്തപ്പോഴാണ് സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ സാറ് വളരെ ശരിയാവുന്ന കാര്യം ശരിയെന്നും തെറ്റാവുന്ന കാര്യം തെറ്റെന്നും തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി പോകാനുള്ളൊരു മനസ്സുള്ള ആളാണ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പുള്ളിയുടെ കയ്യിൽ ചെന്നാൽ അത് ഏത് രീതിയിലാക്കണം എന്ന് പാകപ്പെടുത്താനുള്ള ഒരു കഴിവുള്ളൊരു ആളാണ് വിജയൻ സാറ്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു ചിത്തിനി എന്ന സിനിമ ചെയ്യാൻ ചെന്നപ്പോൾ. ആദ്യത്തെ സീൻ തന്നെ ചെയ്തപ്പോൾ സാറിന് വളരെ ഇഷ്ടപ്പെട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ്. അതെനിക്ക് വലിയ സന്തോഷമാണ്. പിന്നെ പ്രണയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പാട്ടിൻ്റെ കാര്യം പറയണം. ഞങ്ങൾ പാട്ടുകാരുടെ വീട്ടാണ്. അതായത് എന്നെ പ്രേമിച്ച് കിടക്കുന്ന സമയത്ത് കുറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പ്രണയത്തെപ്പറ്റി ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അന്ന് അറിയാൻ പാടില്ലല്ലോ വിജയൻ സാറിൻ്റെ പാട്ടാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ വളരെയധികം പ്രേമത്തിൽ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരാളാണ്. ഞാനൊരു പാട്ടുകാരനെയാണ് പ്രേമിച്ചത്. അതുകൊണ്ട് 5 വർഷം വളരെ പ്രണയം ആയിട്ട് തന്നെ പാട്ട് കേട്ട് തന്നെയുള്ള പ്രണയമായിരുന്നു. അതിലാണ് ഞാൻ വീണുപോയത്. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ഒരു 40-45 വർഷം പ്രണയത്തോടുകൂടി തന്നെ ജീവിച്ച് വളരെ സന്തോഷമുണ്ട്. ദിലീപ് വളരെ സന്തോഷം ദിലീപിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞങ്ങളും കുറച്ച് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 4 വരി കവിത എൻ്റെ മോൻ പാടി ദിലീപ് അഭിനയിച്ച്. അത് വളരെ സന്തോഷമുണ്ട്. സിനിമയിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിലും നല്ലൊരു പാട്ടുകാരനാണ് എൻ്റെ മകൻ. അത് എനിക്ക് ഈ പാട്ടിനിടയ്ക്ക് ഒരു പാട്ട് പാടുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഇത് കഴിയുമ്പോൾ സാറ് പാടിയൊരു പാട്ട് എൻ്റെ മോൻ പാടും. അതൊരു വലിയ സന്തോഷമായിട്ട് എല്ലാവരും സ്വീകരിക്കണം. എല്ലാവർക്കും സന്തോഷം. നമസ്കാരം. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേദിയിലേക്ക് വിളിക്കാനുള്ള സന്തോഷ് വർമ്മയാണ്. അദ്ദേഹം എഴുതിയ പാട്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ ആദ്യമായിട്ട് കേട്ടത്. ആ ഒരു ഗീതത്തിലൂടെയായിരുന്നു നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ സന്തോഷ് വർമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും എന്ന് പറയുന്ന വിജയൻ സാറിൻ്റെ ഈ മനോഹരമായ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഈ ലോഞ്ചിങ് സമയത്ത് ഇവിടെ നിന്ന് 2 വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നതിലും വളരെയധികം സന്തോഷം. നമ്മൾ ഇഷ്യൂസിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. എങ്കിലും എനിക്ക് ഒരു ഗാനരചയിതാവ് എന്ന ഒരു
നിലയിൽ നിന്നുകൊണ്ട് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട്. അതായത് ഗാനങ്ങളെപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അതിൻ്റെ ലാളിത്യം കൊണ്ടാണ്. എളുപ്പം കേൾക്കുന്ന